ദീപു, എവിടേക്കാടാ? കൃഷ്ണന്റെ അമ്പലത്തിലേക്കാ. ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ആരെ കൊണ്ട് കഴിപ്പിക്കാനാ നിന്റെ പ്ലാൻ? ഞാൻ കഴിച്ചാൽ മതിയോ? ഒന്ന് പോടാ മന്ദബുദ്ധി. എടാ, വഴിപാട് കഴിപ്പിക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. ഛേ, ഞാൻ നിന്നെ കണ്ടപ്പോ ആകെ സന്തോഷിച്ചതാ. ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ഓർത്ത് ഒക്കെ നശിപ്പിച്ചു. പുഷ്പാഞ്ജലി നാളെ കഴിപ്പിച്ചാ മതിയോ? ഏയ് പറ്റില്ല, അമ്മ വഴക്കു പറയും. ഈ അമ്മമാരെ കൊണ്ട് തോറ്റല്ലോ. നിന്റെ മുത്തശ്ശൻ പട്ടാളത്തിലായിരുന്നില്ലേ? പുള്ളിക്കാരൻ എങ്ങനെയാ മരിച്ചത്? മുത്തശ്ശൻ മരിച്ചെന്ന് പറയരുത്, വീരചരമം പ്രാപിച്ചു എന്ന് പറ. എന്തോ ചെയ്തെന്ന്? എടാ, വീരചരമം പ്രാപിച്ചു എന്ന്. അതെന്തോ ആടാ സാധനം? അതോ, അങ്ങനെ പറഞ്ഞാൽ മാതൃഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാ മുത്തശ്ശൻ മരിച്ചത്. ഓഹോ, അപ്പൊ നമ്മുടെ മുത്തശ്ശന്മാരും വീരചരമം പ്രാപിച്ചവരാ അല്ലേടാ? അതിന് നിന്റെ മുത്തശ്ശൻ പട്ടാളത്തിലായിരുന്നില്ലല്ലോ. അല്ല, പട്ടാളത്തിലല്ല. പക്ഷെ പുള്ളിയും മാതൃഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നല്ലോ മരിച്ചത്. ഓ, എങ്ങനെ? യുദ്ധത്തിനായിരുന്നോ? ഏയ് അല്ല, മൽപിടുത്തത്തിലാ. മൽപിടുത്തമോ? വല്ല പാകിസ്ഥാൻ ചാരനുമായിട്ടായിരുന്നോ മൽപിടുത്തം? ഏയ് ചേച്ചേ, ഇറച്ചി വെട്ടുകാരൻ ഖാദറുമായിട്ടാ. മുത്തശ്ശൻ മാതൃഭൂമി പത്രം വാങ്ങാൻ പോയതാ. പക്ഷേ കടയിൽ ആകെ ഒരു പത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാ കൂതറ ഖാദർ പത്രം വാങ്ങാൻ വന്നത്. അവർ രണ്ടുപേരും പത്രത്തിന് വേണ്ടി തല്ലായി. ഒടുവിൽ മുത്തശ്ശനെ ഖാദർ തല്ലിക്കൊല്ലുകയായിരുന്നു. അങ്ങനെയാടാ എന്റെ മുത്തശ്ശൻ മാതൃഭൂമിക്ക് വേണ്ടി വീരചരമം പ്രാപിച്ചത്. D&D wrong.